ഞാനിതിനെക്കുറിച്ച് ഈ വിവാദത്തെ തുടർന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ 150-ലധികം രാജ്യങ്ങളിൽ ഇത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ നല്ല മനസ്സിൽ കരുത്തുള്ളവരും ശരീരത്തിൽ കരുത്തുള്ളവരുമായിട്ട് വരണം. ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ പരസ്പരം ഇടപഴകിയും മനസ്സിലാക്കിയും വളരണം. അപ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഒഴിവാകുന്നത്. സംസ്കാര സമ്പന്നമായ ആധുനികമായൊരു സമൂഹമായിട്ട് ഭാവി തലമുറ വളരുന്നത്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. 22-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ്. അപ്പോൾ അത്തരമൊരു കാലത്ത് ഈ സൂംബ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ്, പാടില്ല എന്നെല്ലാം ഉള്ളത് വലിയ വിദണ്ഡവാദമാണ്. അവര് ആത്മപരിശോധന നടത്തണം. ഇതിനെക്കുറിച്ച് ചർച്ച നടക്കട്ടെ, സമൂഹത്തിൽ ചർച്ച നടക്കട്ടെ. വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ഇത്തരം പരിഷ്കരണങ്ങളൊക്കെ ഒരു മതപരമായ ഈ വിധിവിലക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഇതിന് മുമ്പുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അതൊരു ശരിയായ പ്രവണതയാണോ? മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം, ഇതാണ് നല്ലത്, ഇത് മോശമാണ്. പക്ഷേ ഒരു ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം. എന്നാൽ മതത്തിന് മതാചാരപ്രകാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് പ്രത്യേകം നൽകാം. ഓരോ മതത്തിൻ്റെയും സംഘടനകളും സ്ഥാപനങ്ങളും അവർക്ക് തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശമുണ്ട്. അത് പ്രത്യേകം നടത്തണം. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം ഗവൺമെന്റ് നൽകുന്നത്. മതസ്ഥാപനങ്ങൾക്ക് പ്രത്യേകം നടത്താം. ഇത്രയും മതിയല്ലോ. ഈ വിഷയത്തില് ഇപ്പം പറയുന്ന പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് അല്പവസ്ത്രം ധരിച്ച് ആൺ പെൺ ഇടകലർന്ന് എന്നുള്ളതൊക്കെയാണ്. അപ്പം മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കി സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇത് പരിശീലിക്കുന്നത്. മാത്രമല്ല ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടാണ് ഇത് കളിക്കുന്നത്. ഒരു മുൻവിധിയോട് കൂടിയിട്ടാണോ ഇത്തരം ആളുകൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്? അല്ല, ഇതിനെക്കുറിച്ച് അല്പവസ്ത്രം ധരിച്ചിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടോ ആകാം. ആരെങ്കിലും അവരെ അങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അവർ ബോധപൂർവ്വം ധരിപ്പിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നത്. ആ തെറ്റിദ്ധാരണ മാറും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുമിച്ചാണല്ലോ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത്, സ്കൂളിലും കോളേജിലും പഠിക്കുന്നത്. ഇത് നമുക്ക് സമൂഹത്തിലെ ഒരു സമചിത്തതയോട് കൂടിയിട്ടുള്ള സംവാദത്തിലൂടെ ഇതൊക്കെ സംബന്ധിച്ച് ആശയവിനിമയം വരുത്താം. ആരെങ്കിലും പിന്നെ അവരെ ഉടനെ കൈകാര്യം ചെയ്യണം എന്നെല്ലാമുള്ള മട്ടിൽ ഈ എന്താണ് ആശയപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല. ആശയപരമായ സംവാദത്തിലൂടെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത്. ഇത്തരം ചില സംഭവങ്ങൾ അത് ഭൂരിപക്ഷ വർഗീയതയാണ് വർദ്ധിപ്പിക്കുക എന്ന കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ്. ഇങ്ങനെ ഇത്തരത്തിൽ പിന്നെ RSSനെ എതിർക്കുന്നതിന്റെ ഭാഗമായി RSSനെ പോലുള്ള വേറൊരു സംഘടന ഇപ്പുറം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് RSS ന്യായീകരണമായിട്ട് തീരും. ആ അർത്ഥത്തിലായിരിക്കും മന്ത്രി പറഞ്ഞിട്ടുണ്ടാകും. അതെല്ലാം ഗവൺമെന്റ് പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് വളരെ വിശദമായി ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. ഭരണഘടന ആദ്യാവസാനം വായിച്ചു നോക്കിയാൽ അതിൽ മതനിരപേക്ഷത എന്ന ആശയം എമ്പാടും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. സമത്വപൂർണമായൊരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന ആശയവും ഭരണഘടനയിൽ ഒരുപാട് അനുച്ഛേദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിർദ്ദേശക തത്വങ്ങളിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. അപ്പം ഭരണഘടനയിലാകെ വ്യാപിച്ചു കിടന്ന രണ്ടാശയങ്ങൾ സമത്വം, മതനിരപേക്ഷത, ഇത് രണ്ടും പ്രിയാമ്പിളിലേക്ക് കൂടി കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. അത് തുടർന്ന് ഉയർത്തിപ്പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് നടന്നത് അടിയന്തരാവസ്ഥയുടെ കാലത്താണ് എന്നതുണ്ട്. അതൊരു കാലദോഷമായിട്ട് കാണേണ്ടതില്ല. ഏത് കാലത്തും നല്ല കാര്യങ്ങൾ നടന്നാൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രോന്മുഖത എന്ന ആശയം ഭരണഘടനയിൽ വരുന്നതും അടിയന്തരാവസ്ഥക്കാലത്തെ ഒരു ഭേദഗതിയോടുകൂടിയാണ്. ജനാധിപത്യം നശിപ്പിക്കുന്ന ന്യായീകരിക്കുന്ന വേറെ കുറേ ഭേദഗതികളും അടിയന്തരാവസ്ഥക്കാലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ത്യാജ്യഗ്രാഹി വിവേചന ബുദ്ധി വേണം. വേണ്ടതിനെ സ്വീകരിക്കുകയും തെറ്റായതിനെ ഉപേക്ഷിക്കുകയും വേണം. അതാണ് ഇത് സംബന്ധിച്ച് നമ്മൾ എടുക്കേണ്ടത്.